ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേതെൻ്റെ ഒരു ലിവിങ് എലോൺ ഡയറീസിൽ വിടുന്ന അല്ലെങ്കിൽ എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു മോർണിംഗ് റൊട്ടീനാണ്. ഞാൻ ഒറ്റയ്ക്ക് മാറി താമസിക്കാൻ തുടങ്ങിയപ്പോഴേ വിചാരിച്ച കാര്യമാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ഗേൾ. ഒറ്റയ്ക്ക് മാറി താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ദിവസം എങ്ങനെ ആയിരിക്കും, മോർണിംഗ് എങ്ങനെ ആയിരിക്കും, ഇതൊക്കെ കാണിക്കണമെന്ന്. പക്ഷേ എൻ്റെ റൊട്ടീൻസ് ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നോമ്പിൻ്റെ സമയത്ത് നമ്മുടെ സ്ലീപ്പിംഗ് ടൈമും കാര്യങ്ങളൊക്കെ മാറുമല്ലോ, അങ്ങനെ മാറിപ്പോയതാണ്. പിന്നെ ആ വഴിക്ക് പോയിട്ട് ഇതുവരെ കറക്റ്റ് തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം കുറേയൊക്കെ പ്രോപ്പറായി. പക്ഷേ എൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് യോഗ പോലെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പോൾ നാളെ മുതൽ ഞാൻ അതും കൂടെ പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല, ഞാൻ കുറച്ച് ഹാബിറ്റ്സ് ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ടോ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ എണീക്കുന്നത് പ്രോപ്പറാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് 5 മണിക്ക് എണീറ്റുണ്ടായിരുന്നു. പക്ഷെ ഇന്നുണ്ടല്ലോ 5 മണിക്കല്ല, ശരിക്കും 4:30ക്ക് എണീറ്റു. കാരണം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4:30 ആകുമ്പോൾ മഴ പെയ്യുന്ന ശബ്ദം, ഇടി വെട്ടുന്ന ശബ്ദം കേട്ടിട്ട് എണീറ്റ്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ ഇങ്ങനെ ഫോൺ കളിച്ച് കിടന്നിട്ട് പിന്നെ 5 മണിക്ക് എണീക്കുന്നത്. അപ്പം ഞാനൊന്ന് പുറത്തൊക്കെ നടന്നിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് മോർണിംഗ് തുടങ്ങിയത് മുതലുള്ളത് കാണാം. ഓക്കെ, ഹലോ. അപ്പോൾ രാവിലെ എണീറ്റ പാടെയുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിടും. കാരണം വേറെ ഒന്നുമല്ല, ഈ റൂമിൽ എയർ സർക്കുലേഷൻ ഭയങ്കര കുറവാണ്. അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് എയറും ഒക്കെ കയറുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡെയിലി രാവിലെയും അതുപോലെ വൈകുന്നേരം കുറച്ച് നേരം ജനലൊക്കെ ഒന്ന് തുറന്നിടാറുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ രാവിലെ മിക്കപ്പോഴും ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കി ഇരുന്ന് പോകും. വേറെ ഒന്നുമല്ല, ഇവിടുന്ന് ഇങ്ങനെ നോക്കാൻ ഇവിടെ നിന്നുള്ളൊരു വ്യൂ അങ്ങനെ വലിയ അടിപൊളി എന്നല്ല, എന്നാൽ പോലും നല്ല രസമാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ മഴ പെയ്തുകൊണ്ട് കാണാൻ നല്ല പ്ലസൻ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ ബെഡൊക്കെ ഒന്ന് കൊട്ടി വിരിച്ചിടുക എന്നുള്ളത് ഇതെനിക്ക് പണ്ടില്ലാതിരുന്നൊരു ശീലമാട്ടോ. ഞാൻ മിക്കപ്പോഴും വീട്ടിലായിരുന്ന സമയത്ത് മമ്മീൻ്റെ നിന്ന് ചീത്ത കേട്ടോണ്ടിരുന്നൊരു കാര്യമാണ് ഈ ബെഡൊക്കെ മടക്കി ഒതുക്കി പെറുക്കി വെച്ച് പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വലിച്ചു വാരിയിട്ട് പോകുന്നിട്ട് രാത്രി പിന്നെ എപ്പോഴാണോ നമ്മൾ കിടക്കാൻ വരുന്ന ആ സമയത്തായിരിക്കും പിന്നെ കൊട്ടി വിരിച്ചിടുക. അപ്പോൾ ആ ഒരു ശീലം എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത്. ബെഡൊക്കെ ഒന്ന് കൊട്ടി വിരിച്ചിടുമ്പോൾ നമുക്ക് മൊത്തത്തിൽ റൂം അങ്ങ് നീറ്റായിട്ട് തോന്നും. മറ്റേത് നമ്മൾ എത്ര അടിച്ചു വാരി തുടച്ചിട്ടാൽ പോലും ബെഡ് ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുമ്പോൾ റൂം ഒരു മെനകെട്ട ഫീലായിരിക്കും. പക്ഷെ ഇപ്പോൾ നല്ല പോസിറ്റീവ് എനർജി. ഇത് രാവിലെ തന്നെ ഇതങ്ങ് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളി ആ ഒരു ഫീലാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ പല്ലേപ്പും ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവലാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ, പല്ലേക്കും അറിയാണ്ട് ഞാനിങ്ങനെ പല്ലേക്കുമ്പോഴെന്നല്ല, ഓൾമോസ്റ്റ് പല കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഒരു കൈ ഇങ്ങനെ എൻ്റെ നടുവിന് ഊരയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഊരാന്ന് തന്നെ ആയിരിക്കും, നിങ്ങളുടെ പല സ്ഥലത്ത് പലതായിരിക്കില്ല വരെ. അപ്പോൾ നടുവിന് ഇങ്ങനെ കൈ ഓന്നി പിടിക്കുക, അങ്ങനെ താക്ക് കൊടുക്കുക, എന്താ പറയുക, അങ്ങനെ ഒരു സംഭവം. ഇങ്ങനെ കൈ ഇങ്ങനെ ഊരയ്ക്ക് പിടിക്കുന്നത് എനിക്ക് ശീലം. ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെ പിടിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തന്നെ ഒരു താങ്ങ് കൊടുക്കുന്ന പോലെയാണ് ഈ കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തോട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഈ പുറത്ത് ഈ ഒരു വഴി ഉണ്ടല്ലോ, അത് മഴ പെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഉണ്ടല്ലോ, ഇന്ന് രാവിലെ ഒരു 4 മണി ആകുമ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. ഞാനൊരു 4:30 ആയപ്പോഴാണ് അറിഞ്ഞത്. നല്ല ഇടി കെട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു ശബ്ദം കേട്ടിട്ട് അറിഞ്ഞത്. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പെയ്യുന്നുണ്ട് ചെറിയ രീതിക്ക്. ഈ ഒരു വെള്ളത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പോൾ കുഞ്ഞു തുള്ളി ഇപ്പോഴും പെയ്യുന്നുണ്ട്. രാവിലെ നല്ല അടിപൊളി മഴയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എണീറ്റപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് അവിടെ തന്നെ നോക്കിയിരുന്നു. പിന്നെ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പൊതുവെ ഇഷ്ടമാണ് മഴ പെയ്യുന്ന സമയത്ത് പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത്. ഇവിടെ ഉണ്ടല്ലോ വഴിയിൽ ഈ ഒരു കൊമ്പ് മരത്തിൻ്റെ മഴ പെയ്തപ്പോഴാണ് അത് താഴ്ന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ്. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ നടക്കുന്നത്. അതുപോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ കണ്ണീർ തുള്ളിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആക്കാൻ പറ്റും. ഇവിടെ പുല്ലായതുകൊണ്ട് ഒരു കയ്യിൽ ഫോണും പിടിച്ചിരിക്കുകയല്ലേ, ഈ ഒരു സാധനം ഒരു കയ്യിൽ ഫോണും കൂടെ പിടിച്ചുകൊണ്ട് എനിക്ക് ആക്കാൻ പറ്റും ചെറുതായിട്ട്. പക്ഷെ നല്ല തണുപ്പാട്ടോ ഇതിങ്ങനെ ആക്കുന്നത്. ഇത് ഇങ്ങനെ മേടിച്ചിട്ട് നമ്മൾ കണ്ണിലിങ്ങനെ ഐലൈനറൊക്കെ വരയ്ക്കുന്ന പോലെ, കൺമഷിയൊക്കെ എഴുതുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ പുല്ല് കണ്ടപ്പോൾ ഒന്ന് രാവിലെ ഇങ്ങനെ നടക്കിറങ്ങിയപ്പോൾ ആ പറമ്പിൽ ആ പുല്ല് കണ്ടു. അപ്പം മെല്ലെ കയറി അതൊക്കെ നോക്കി. അപ്പം എനിക്ക് കുറച്ച് കണ്ണീർത്തുള്ളിയൊക്കെ കിട്ടി ഗൈസ്. പിന്നെ അതൊക്കെ ആയിട്ട് വന്നതാണ്. കുറച്ച് നേരം ഞാൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്നുണ്ട്. ഇനി മെല്ലെ കയറി പോകണം. കഴിക്കാനുണ്ടാക്കണ്ടേ, നമുക്ക് വിശക്കുന്നു, വാ പോയി കഴിക്കാം.
ഇവിടെ ഈ ഒരു വഴിയുണ്ടല്ലോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് രാവിലെ നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഇപ്പം ഞാൻ പൊതുവേ മഴയാണ്, ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആണ്, അധികം വെയിലില്ല എന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഞാൻ ഇവിടെ നടക്കാൻ ഇറങ്ങാറുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കണ്ണീർത്തുള്ളി. അപ്പോൾ ഇതൊക്കെ പണ്ട് രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ പറിച്ച്, മഴയുള്ള സമയത്ത് കേട്ടോ ഇതൊക്കെ പറിച്ച് കണ്ണിലൊക്കെ എഴുതിയിട്ടാണ് പോവുക. അപ്പോൾ ഇന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലായി. അപ്പം ഞാനത് പൊട്ടിച്ചിട്ടൊക്കെയാണ് പിന്നെ തിരിച്ച് കയറി പോകുന്നത്. പിന്നെ ഈ ഒരു തെച്ചി ഉണ്ടല്ലോ, ഇത് ഞാൻ മിക്കപ്പോഴും ഡെയിലി ഇവിടെ കാണുന്നതാണ്. പക്ഷെ ഇന്ന് മഴ പെയ്തപ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗി, ഒരു ചുമന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൊട്ടിച്ചു കൊണ്ടുവന്ന കണ്ണീർത്തുള്ളികൾ, ഇതിന് ഇവിടെ കണ്ണീർത്തുള്ളി ഇവിടെ അറിയില്ല, എനിക്ക് എൻ്റെ നാട്ടിലൊക്കെ ഇതിനെ കണ്ണീർത്തുള്ളി എന്നാ പറയല്. ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? നിങ്ങളൊക്കെ എങ്ങനെ പറയാന്നുള്ളത് കമൻ്റ് ആക്കണേ. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ പണ്ട് കൺമഷിയൊക്കെ എഴുതില്ലേ, അതുപോലെ കണ്ണിൽ ഇതുപോലെ കണ്ണിന് നല്ല തണുപ്പാണ്. നമുക്കൊന്ന് ട്രൈ ആക്കി നോക്കാം. നല്ല സുഖമുണ്ട്, നല്ല തണുപ്പിട്ടായി. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പാൻ കേക്കാണ്. ഇതാകുമ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് പണി കഴിയും. ഓൾറെഡി നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് ചൂടായ പാനിലോട്ട് ഒഴിക്കുക, എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലിപ്പ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡിയാവും. അങ്ങനെ 1 ഉണ്ടാക്കി, 2 ഉണ്ടാക്കി, 3 ഉണ്ടാക്കി. എനിക്ക് 3 എണ്ണം തന്നെ ധാരാളമാണ്. അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആണ്. ഇതാകുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തിന് വിശപ്പും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് പണി കഴിയുമല്ലോ, അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഇതൊക്കെ പണ്ട് ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിരുന്നു. ഇപ്പം എൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് മാറി താമസിച്ചതിന് തുടങ്ങിയ ശേഷം ഉള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ. പിന്നെ അത് റെഡി ആയതിനു ശേഷം ചെറിയൊരു ഡെക്കറേഷനാണ്. ഞാൻ മുന്നേയും ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലുണ്ടല്ലോ സ്ട്രോബെറിയോ ബ്ലൂബെറി അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പഴമാണ്. അപ്പോൾ പഴം വെച്ച് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ കുറച്ച് ഹണിയും കൂടെ മിക്സ് ഇങ്ങനെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കിത് ഹണി ഇല്ലാണ്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം. പിന്നെ ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയിൽ പ്രസന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് തേൻ ഒഴിച്ചത്. സാധാരണ എനിക്കിത് പ്ലെയിൻ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞാനിപ്പോൾ ബാൽക്കണിയിൽ വന്നിരുന്നിട്ടാണ് കഴിക്കുന്നത്. സാധാരണ ഞാൻ അകത്തിരുന്നിട്ടാണ് കഴിക്കാറ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വെളിച്ചമാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നാണ് കഴിക്കാറ്. മിക്ക ഷോർട്സും നിങ്ങൾ ഈ ഒരു ഏരിയ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കണ്ടിട്ടുണ്ടാവുക. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ നല്ല വെളിച്ചം കിട്ടും. അപ്പോൾ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും. അകത്തുനിന്ന് എടുക്കുമ്പോൾ പലപ്പോഴും വീഡിയോയിൽ ഒരു ഗ്രെയിൻസ് ഉള്ള പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്ന് കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നനയ്ക്കേണ്ട കാര്യമല്ല, മഴ പെയ്തുകൊണ്ട് എല്ലാം നല്ല പോലെ നല്ല രീതിയിൽ ഇതിനൊക്കെ വെള്ളം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പുതിയ മെമ്പർ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചീൻ്റെ വീട്ടിൽ പോയി ചോദിച്ചും മേടിച്ച് കൊണ്ടുവന്ന ചെടി. അവിടെ മണ്ണിലായിരുന്നു, ഞാനിതിപ്പോൾ വെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു 3-4 ദിവസമായി. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് വെള്ളത്തിലും. അപ്പോൾ വെള്ളത്തിൽ ഇത് വളരുന്ന തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ ധാരണ ഇല്ല കേട്ടോ. ഞാനിങ്ങനെ ഓരോന്ന് നോക്കി വരുന്നല്ലേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മിക്കപ്പോഴും ഇതുപോലെ രാവിലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കുക്ക് ചെയ്ത് വെക്കാറാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചോറും അതുപോലെ ചെള്ളിക്കറി, ചെള്ളി മാങ്ങ, ചെള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഉണക്കച്ചെമ്മീനല്ലേ, കുഞ്ഞു ചെമ്മീൻ ഉണക്കിയെടുത്തത്, ആ ഒരു സാധനമാണ്. അപ്പോൾ അതും മാങ്ങയും കൂടി ഉള്ള ഒരു കറിയും പിന്നെ ചോറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചമ്മന്തി ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ലഞ്ച് എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പിനുള്ള തേങ്ങ, പിന്നെ ചെള്ളി വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്, മാങ്ങ, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി അല്ല, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ വെച്ച് ഓൾറെഡി നമ്മുടെ കുക്കിംഗ് ഒക്കെ ഇതായി. ഞാൻ പിന്നെ കുക്ക് ചെയ്യുന്നതിന് ഇടയ്ക്കുണ്ടല്ലോ അപ്പം തന്നെ ഓരോന്ന് കഴുകി വെക്കാറുണ്ട്. പാത്രങ്ങൾ, എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കും. ഇത് മൊത്തത്തിൽ അവസാനത്തേക്ക് വെച്ച് കാണുന്ന സമയത്ത് എനിക്ക് തന്നെ തല ഇറങ്ങും, അയ്യോ പിന്നെ മടിയോ, പിന്നെ ഞാനത് അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ ഒക്കെ കഴിഞ്ഞത് കഴുകി ക്ലീൻ ചെയ്യണ്ടേ എന്നുള്ളതുകൊണ്ട് രാത്രിയൊക്കെ ആയിരിക്കും ക്ലീൻ ആക്കി വെക്കുക. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും എന്തും എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി ക്ലീൻ ആക്കി വീണ്ടും തിരിച്ചെടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ചോറ് ഇതേ കുക്കറിൽ ഓൾമോസ്റ്റ് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഊറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ തേങ്ങ അരപ്പ് റെഡിയാക്കണം. അതിലോട്ട് നമ്മുടെ തേങ്ങയിലോട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നമ്മുടെ എണ്ണയിലോട്ട് നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ഇടുക, പിന്നെ അരപ്പൊഴിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടി. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫുഡ് റെഡിയായി. നമ്മുടെ കിച്ചൺ ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. രാവിലെ കുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് കിച്ചൺ നീറ്റായിട്ട് കിടക്കണം, അതുപോലെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് നീറ്റായിട്ട് കിടക്കണം. അതെന്തോ എനിക്ക് അങ്ങനെ കാണുമ്പോഴാണ് കുക്ക് ചെയ്യാനുള്ളൊരു മൂഡ് ഉണ്ടാവുക. അല്ല അലമ്പായിട്ട് കിടക്കുമ്പോൾ എനിക്ക് കുക്ക് ചെയ്യാനുള്ള മൂഡൊക്കെ പോകും, പിന്നെ ഞാൻ പട്ടിണിയായി പോകും. അതുകൊണ്ട് വിശപ്പിൻ്റെ വിളി വരുന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കി അങ്ങനെ ഇടും.
അങ്ങനെ നമ്മുടെ കിച്ചണിൽ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ക്ലീനിങ്, കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, പിന്നെ ഫുഡ് കഴിക്കണം. ഇതൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പോഴാണൊന്ന് സമാധാനമായത്. അങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്നു. എന്നിട്ട് എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടോ. ഞാൻ പൊതുവെ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, പുറത്ത് പോകാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് മിനിക്ക് അങ്ങനെ ഇരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക കോൺഫിഡൻസ് കിട്ടാനുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയൊരു ശീലമാണ് അത്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഇതുപോലെയുള്ള റൊട്ടീൻ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ അത് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണോ തോന്നിയത്, അത് എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ് പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ, ജസ്റ്റ് അതും കൂടെ ഒന്ന് പറയാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.